സ്നേഹാലോകസുമോഹനവദനാം കരുണാദ്രാനത നയനാം രമ്യാം ശ്രുതജനപാലന വിഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ദേവലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയ വീരമാധവും സംഗീതത്തിലെ ഗോപാംഗനകൾ, ദേവാംഗനകൾ, അതേപോലെ അതേ സൈഡിൽ ഗന്ധർവന്മാരുണ്ട്, യക്ഷകിന്നര ഗന്ധർവന്മാരുടെ മുഴുവൻ സാന്നിധ്യമുണ്ട്. അത് കേൾക്കാനെത്തിയ 30 കോടി ദേവതകളുമുണ്ട്. നമ്മുടെ ചില ഗാനങ്ങൾ നമ്മൾ പാടുന്ന ഓരോരുത്തരും ഒരു മാസ്റ്റർ ഇൻസ്ട്രുമെന്റുമായിട്ട് ട്യൂൺഡാണ്. തമ്പുരു, ശ്രുതി. ആ ശ്രുതി ട്യൂൺഡ് അല്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ട് പാടിയാലും ആസ്വാദ്യകരമാവില്ല. ആ താളലയത്തിലാണ് ഈ ആനന്ദം നൽകുന്ന അനുഭവം സമ്മാനിക്കും. നമ്മൾ അതിനെ പറയുന്ന വാക്കാണ് ധർമ്മം. ധർമ്മമനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ താളലയവുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുന്നു. അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. എല്ലാവിധ ദുഃഖങ്ങളെയും മറികടന്ന് സ്വാമി രീതിയിലെ സദസ്സിലുള്ള സംഗീത പ്രവർത്തകർ എല്ലാവർക്കും നിഗമയ നമസ്കാരം. പ്രപഞ്ചത്തിലെ ഒരു അമാച്യമായ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതാണ് ദൈവം എന്ന് കരുതുന്നവരാണ് നമ്മളൊക്കെ. ആ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തിയാണ് സംഗീതം. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച മാതിരി, ഇവിടെ പാടിയതുമാതിരി ആത്മസംതൃപ്തി, അതിനുവേണ്ടി നമ്മുടെ ആത്മസമർപ്പണമാണ് നമുക്ക് ആവശ്യം. ഇവിടെ വളരെ നല്ല രീതി എന്നെ ആദ്യം ഇവർ മേധ വന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു സാധാരണ സംഗീതം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ ബഹുമാനവും ഭക്തിയും തോന്നുകയാണ്. കാരണം ഇത്രയും നല്ല ഒരു സംഗീതം അവതരിപ്പിക്കാൻ അവർ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യം ആ വയലിൻ ആരംഭിച്ച് ഇന്ന് ഇതുവരെ പാടിയ 2-3-4 ഗാനങ്ങളൊക്കെ ശരിക്കും 21 പേരും അതുവരെ സമർപ്പണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത്രയും ഭംഗിയായി അവർ പാടിയിട്ടുണ്ട്. അവർ ഇങ്ങനെയുള്ള സംഗീതത്തിൽ ലോകത്തെ മുഴുവൻ ആകർഷിക്കാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഗോപു സർ നമുക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സ്വാമിജി, ഗോകുലം ഗോപാലചേട്ടൻ, ദേവചേട്ടൻ, അതുപോലെ വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട എല്ലാ വ്യക്തികൾക്കും, അതുപോലെ തന്നെ എൻ്റെ ഇവിടെ വന്ന എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നല്ല, ഇന്ന് ഈ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. വേറെ ഒന്നല്ല, അത്ര നല്ല എഫർട്ട് എടുത്ത് പാടുന്നുണ്ട്. അത് നമ്മളെ ഹൃദയത്തിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മീരാ മാധവത്തിൻ്റെ മെയിനായിട്ടുള്ള മേധയും അതേപോലെ തന്നെ പ്രമോദ് പപ്പനും കൂടി എൻ്റെ ക്യാബിനിൽ വരികയാണ്. തൃശ്ശൂരിലെ എൻ്റെ ഓഫീസിൽ വരികയാണ്. അന്ന് പ്രമോദ് പപ്പനെ മാത്രമേ ഞാൻ അറിയുള്ളൂ, ഈ കുട്ടിയെ അറിയില്ല. അപ്പോൾ മേധയോട് ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്? സാറേ, ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്ന ടീമാണ്, സാറ് ഒന്ന് സ്പോൺസർ ചെയ്യണം, ഒന്ന് അനുഗ്രഹിച്ച് വരണമെന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ടീമിനെ കുറിച്ച് പറയുകയാണ്. നന്ദഗോവിന്ദ ടീം തൃശ്ശൂർ വന്നപ്പോൾ ഫസ്റ്റായിട്ട് ഞാനാണ് അവരെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. അത് ഇന്ന് കേരളത്തിലെ എല്ലാ സൗത്ത് ഇന്ത്യയിലെ അല്ല ഇന്ത്യയിലെ ഒരു വലിയൊരു ഗ്രൂപ്പായി മാറി. അതുപോലെ മീരാമാധവും അതുപോലെ വലിയൊരു ഗ്രൂപ്പായി മാറും. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനവും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും മാറും. അന്ന്
ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി നല്ലൊരു ഗ്രൂപ്പായി മാറട്ടെ. അതേപോലെ തന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു പ്രശസ്ത ഗ്രൂപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നീന്തു. സ്വർഗീയ സംഗീത പുരസ്കാരം ജയവിജയൻ എന്ന ഏറ്റവും പ്രിയപ്പെട്ട ഗായകന് വേണ്ടി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇവിടെ സമ്മാനിക്കുന്നു. പ്രിയപ്പെട്ട സ്വാമിജി, ആ പുരസ്കാരം നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പ്രിയ നടനും ഗായകനുമായ മനോജ് കെ ജയന് സമ്മാനിക്കുന്നു. ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഒരു പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്നു.